വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് 2100 സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ 48 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന വീടാണ്. ഇത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ്. ഷാജി ശ്രീജ ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായ വീട്. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് IDC എന്ന് പറയുന്ന ഫേമാണ്. 8 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ. ഇങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. സൈഡിലും ബാക്കിലും ഒക്കെ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, ഈ വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ടീക്ക് വുഡിൽ അത്യാവശ്യം നല്ല വർക്ക് വരുന്ന രീതിയിലുള്ളൊരു ഡോറാണ്, ഒരു സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലിവിങ് ഹാള്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഹാള് തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രീൻ ലാമിൻ്റെ മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം, ഇത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന TV യൂണിറ്റാണ്. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് TV കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ TVയും ഫർണിച്ചേഴ്സും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ മുകളിലായിട്ട് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇപ്പം ഡൈനിങ് ടേബിളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണിത്. ഇവിടെയും മുകളിലായിട്ട് ഫോൾ സീലിംഗ്, ജിപ്സത്തിൻ്റെ ഫോൾ സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ മറൈൻ പ്ലൈയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുന്നു. ഇവിടെയും നല്ല ലൂവേഴ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള സ്പേസ് കണ്ടില്ലേ, അവിടെ ചെറിയ സ്റ്റോറേജ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റെപ്പിൻ്റെ താഴെയുള്ള പോർഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വശത്തോട്ടും TV ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർസ് ആണ് പോകുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്, ഗ്ലാസും കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഇവിടെ 2 കിച്ചണുണ്ട്. ഫസ്റ്റ് വൺ മോഡുലാർ കിച്ചണാണ്. ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ലെങ്ത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ലോവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് വുഡാണ്. വളരെ ഭംഗിയായിട്ടൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ടൊക്കെ മാറ്റ് ഫിനിഷ് ടൈൽസ് ചെയ്തിരിക്കുന്നു. പിന്നെ നല്ല എല്ലാ രീതിയിലുള്ള കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. GTPT യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ വലിയ ടാൻഡം ബോക്സസ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാൻഡം ബോക്സസ് ആണ്. നല്ല ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള ബോക്സസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഹുഡ് ആൻഡ് ഹോബ്, ഗ്ലെന്നിൻ്റെയും ഫേബറിൻ്റെയും ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കപ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലും, പിന്നെ നമുക്ക് പാനോ നമുക്ക് എന്തെങ്കിലും ഹോൾഡ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇപ്പം ഇവിടെ ഫ്രിഡ്ജൊക്കെ ഇനിയിപ്പം ഓർഡർ ചെയ്തിട്ട് വരത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്കിപ്പം വലിയ ഫ്രിഡ്ജ് പിന്നീട് വാങ്ങിക്കണം, അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഫ്രിഡ്ജൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കിത് ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചണാണുള്ളത്. അവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ചിമ്മിനിയോട് കൂടിയ വിറകടുപ്പ് വന്നിട്ടുണ്ട്. ചിമ്മിനിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പാണ് വരുന്നത്. ഇവിടെ എല്ലാം സ്റ്റോറേജും വാഷ് ബേസിനും കൂടാതെ ഇവിടെ ഒരു സ്റ്റോർ റൂമും ചെയ്തിട്ടുണ്ട്.
ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂംസ് ആണുള്ളത്, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂംസ്. അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. കയറുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 14-12 ചെയ്തിരിക്കുന്ന ഒരു റൂമാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഞാൻ പറഞ്ഞു ഫർണിച്ചേഴ്സ് ഇട്ടിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ട് നല്ലൊരു പെയിൻറ്റിങ്ങും ചെയ്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടെ നല്ലൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ചെയ്തിരിക്കുന്ന ഗ്രീൻ ലാമ്പിൻ്റെ മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ്, വിത്ത് മൈക്ക ലാമിനേഷനാണ്. ഇതിൻ്റെ കൂടെ ചേർന്നൊരു ഡ്രസ്സിങ് ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നല്ലൊരു ഹാളുണ്ട്. ഇവിടെയും 2 ബെഡ്റൂംസ് ആണുള്ളത്. ഒരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഇതാ ഒരു കോമൺ ബാത്റൂം, 2 സൈഡിലായിട്ടും ബെഡ്റൂംസ് വരികയാണ്. ഇവിടെ താഴെ കണ്ട അതേ സൈസിൽ തന്നെയാണ് കേട്ടോ ഇവിടെയും ബെഡ്റൂംസ് ചെയ്തിരിക്കുന്നത്. 2 റൂംസിലും നേരത്തെ പോലെ തന്നെ, താഴത്തെ പോലെ തന്നെ വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നു. ഫർണിച്ചേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു കുറവ് കാണാനുണ്ട്. അത് നമുക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ്ട് ഇവിടെയും ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ 710 ഗ്രേഡിലാണ്. അതിനോട് ചേർന്ന് ഒരു ഡ്രസ്സിങ് ടേബിൾ കൂടി വരുന്നുണ്ട്. പിന്നെ എല്ലാ റൂംസിലും ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളറും ചെറിയൊരു ആർട്ട് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിയ ബാത്റൂം തന്നെയാണ്. ഇവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ജാഗറിൻ്റെയും ലൂക്കറിൻ്റെയും ഒക്കെ ആക്സസറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 2100 സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ 48 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് IDC എന്ന് പറയുന്ന ഫാമാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണി നടക്കുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.